ഏതൊരു ദേവാലയവും അതിൻ്റെ ശിലാസ്ഥാപനം അല്ലെങ്കിൽ പ്രതിഷ്ഠ ആചരിക്കുന്ന സന്ദർഭത്തിൽ ആത്യന്തികമായി അതിൻ്റെ സ്ഥാപനോദ്ദേശത്തെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനത്തിനുള്ള സമയം കൂടിയാണ്. നദികൾക്കൊക്കെ ഒരു പ്രഭവസ്ഥാനമുണ്ട് എന്ന് നാം പറയുകയും ആ പ്രഭവസ്ഥാനത്തിന് പ്രസ്ഥാനം എന്ന് പൊതുവെ വിശേഷിപ്പിക്കുകയും ചെയ്യാറുണ്ട്. സഭയുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രഭവസ്ഥാനം എന്നുള്ളത് അത് സാർവത്രിക സഭയുടേതായാലും പ്രാദേശിക സഭയുടേതായാലും വീട്ടിലെ സഭയുടേതായാലും അതിൻ്റെ എല്ലാം ആത്യന്തികമായ പ്രഭവസ്ഥാനം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരമാണ്. ആ മനുഷ്യാവതാരത്തെക്കുറിച്ച് നാം ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം അത് മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒന്നായിരുന്നുവെന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട്. മാനവികതയുടെ ഉയർത്തെഴുന്നേൽപ്പ്, ദൈവികമായ മാനവികതയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് സാധ്യമാക്കുന്ന ഒന്നായിട്ടാണ് വേദശാസ്ത്രപരമായി നാം ക്രിസ്തു യേശുവിന്റെ മനുഷ്യാവതാരത്തെ സമീപിക്കുന്നത്. വളരെ വ്യാവഹാരികമായ നിലയിൽ അതിനെ നാം സമീപിക്കുമ്പോൾ അപമാനവീകരണത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും മനുഷ്യവംശത്തിന്റെ അന്തസ്സുറ്റ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാക്കുന്ന പ്രക്രിയ കൂടിയായി ഒരർത്ഥത്തിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരു ദേവാലയം ഒരു ദേശത്ത് സ്ഥാപിക്കപ്പെടുന്നത് മനുഷ്യാന്തസ്സിനെ അതിന്റെ യഥാർത്ഥ നിലയിൽ പരിരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. മനുഷ്യനെ അവന്റെ ദൈവികമായ അന്ധകരണത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ അനുവദിക്കാത്ത അനേകം സംഗതികൾ ദൃശ്യമായും അദൃശ്യമായും നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അതിൽ ദൃശ്യമായ പലതിനോടും നമ്മൾക്ക് പോരാട്ടങ്ങൾ നടത്താൻ എളുപ്പമാണ്. അതിൽ വാഴ്ചകളുണ്ടാകാം, അധികാരങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ വിലക്കയറ്റങ്ങളോട് സമരമുണ്ടാവാം, അതിദാരിദ്ര്യത്തോട് സമരമുണ്ടാവാം, വർണ്ണവിവേചനത്തോട്, അധികാര ദുർവിനിയോഗങ്ങളോട് ഒക്കെ പ്രത്യക്ഷ സമരങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യ മാനവ വിമോചന പോരാട്ടങ്ങളുണ്ട്. അതിൽ വേണമെങ്കിലല്ല അതിൽ സഭ പങ്കുചേരാറുണ്ട്. അത് പ്രാദേശിക സഭയായാലും സാർവത്രിക സഭയായാലും വ്യക്തികൾ എന്നുള്ള നിലയിലായാലും നമ്മളൊക്കെ അതിൽ പക്ഷം പിടിക്കാറുണ്ട്. നീതിയുടെ പോരാട്ടത്തിൽ പക്ഷം പിടിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ കുറെ കൂടി ആഴത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള വാക്യം വാഴ്ചകളോടും അധികാരങ്ങളോടും ഉള്ള പോരാട്ടത്തെക്കാൾ അധികമായി അന്ധകാര സേനകളോടുള്ള ഒരു അദൃശ്യ പോരാട്ടത്തിന്റെ ഇടം കൂടിയാണ് ഓരോ ദേവാലയവും. വ്യാവഹാരികമായ ഈ ലോകത്തിലെ മാനവ വിമോചന സമരങ്ങളിൽ നമ്മൾക്ക് പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഒക്കെയാണ് നമ്മളെ സഹായിക്കുന്നതെങ്കിൽ, ധർണകളും പൊതുസമ്മേളനങ്ങളും ശക്തിപ്രകടനങ്ങളും ഒക്കെയാണ് സഭ എന്നതിന്റെ സംഘടനാപരമായ അസ്തിത്വത്തെ, MLA-മാരും MP-മാരും മന്ത്രിമാരുമൊക്കെയാണ് അതിന്റെ ശക്തി തെളിയിക്കത്തക്ക രീതിയിൽ നമ്മളെ സഹായിക്കുന്നതെങ്കിൽ, സഭയുടെ അദൃശ്യമായ തലത്തിൽ, അതിന്റെ ആത്യന്തികമായ ഭാഗധേയത്തിൽ, അതിനേക്കാൾ ആഴത്തിൽ ഈ ഇൻവിസിബിൾ അൺസീൻ വാർഫെയർ, അദൃശ്യമായ ഈ സനാതന സമരത്തിൽ സഭയെ സഹായിക്കുന്നത് അതിന്റെ പ്രാർത്ഥനകളും അതിന്റെ നോമ്പുകളും സത്യാനുതാപമുള്ള മനുഷ്യരുമൊക്കെയാണ്. അതുകൊണ്ട് ഏതൊരു സഭയും ഏതൊരു ദേവാലയവും
അതിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോൾ ആത്യന്തികമായി ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ഇഹലോകപരമായൊരു അസ്തിത്വത്തിൻ്റെ രൂപത്തിൽ മാത്രമല്ല, പിന്നെയോ അതിനതീതമായി പൈശാചികമായ ശക്തികളോട് മനുഷ്യാന്തസ്സിനെ പാപത്തിൽ വീഴിച്ച് ദൈവികമായ നിലയിൽ അതിനെ ചിന്തിക്കാൻ ശേഷിയില്ലാത്ത വിധത്തിൽ ഉയർന്ന ബോധത്തിൽ അതീതമായി സഞ്ചരിക്കാൻ ശേഷിയുള്ള മനുഷ്യന്റെ ആന്തരിക ലോകത്തെ അധമബോധത്തിൽ തളച്ചിടുന്ന അദൃശ്യ ശക്തികളോടുള്ള ഒരു പോരാട്ടത്തിന്റെ വേദി കൂടിയാണ് യഥാർത്ഥത്തിൽ സഭ എന്നുള്ളത്. ഭാരതീയ തത്വവിചാരത്തിലെ അതിമനോഹരമായ ഒരു ഉദാഹരണം ഗുരു ശിഷ്യനോട് പറയുന്ന ഒന്നാണ്. 21 പുരുഷാപരാധങ്ങളുണ്ട് നമ്മുടെ തത്വവിചാരപ്രകാരം. പുരുഷന്മാർക്ക് സംഭവിക്കരുതാത്ത, പുരുഷന്മാരെന്നാൽ അത് ലിംഗഭേദമല്ല ഉദ്ദേശിക്കുന്നത്, ആത്മൻ എന്നുള്ള അർത്ഥത്തിലാണ്. ആത്മാക്കൾക്ക് ഭവിക്കാതിരിക്കേണ്ട 21 അപരാധങ്ങളിൽ ഒന്നാണ്. ഒരപ്പൻ തന്റെ മകനോട് പറയുന്നു, നീ എന്റെ മകനാണ്, എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നീ പാലിക്കണം, എന്റെ കുലത്തിന്റെ അന്തസ്സ് നീ പാലിക്കണം എന്നൊക്കെ പറയുന്നത് പുരുഷാപരാധങ്ങളിൽപ്പെട്ട ഒന്നാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോകത്തേതെങ്കിലും ഒരു അപ്പൻ തന്റെ മകനോട് നീ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടോ? നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടോ എന്നൊരു ചോദ്യവും കൂടി അവിടെ ഉന്നയിക്കപ്പെടുന്നു. സഭയുടെ അസ്തിത്വം എന്താണ് എന്ന് വേദപുസ്തകപരമായി അല്ലെങ്കിൽ സുവിശേഷപരമായി നാം ധ്യാനിക്കുമ്പോൾ അത് ഭൂമിയുടെ ഉപ്പായും മലമേൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെയും ഒക്കെ ആയിരിക്കണം, ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം എന്ന നിലയിലാണ് ക്രിസ്തു യേശു അതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾക്കറിയാം. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു ഉയർന്ന വിശാലമായ മാനവിക ദർശനമൊന്നും നമ്മൾ സഭയെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും പുലർത്താതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ദുർഭഗത. നമ്മൾ ചിലപ്പോൾ നമ്മുടെ പള്ളി ജീവിതങ്ങൾ കൊണ്ട് സംതൃപ്തരാവുക, നമ്മളുടെ സഭയുടെ യശസ്സും കൊമ്പും എന്നൊക്കെ പറയുന്നത് വളരെ ഉപരിതല സ്പർശിയായ ചില പ്രദർശനങ്ങളിൽ അവസാനിപ്പിക്കുക. യഥാർത്ഥത്തിൽ അതെന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? അത് ഈ ലോകത്തിലും പരലോകത്തിലും മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടി നിലകൊള്ളുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാണ്, മനുഷ്യരക്ഷാർത്ഥമുള്ള ഒരു നിലനിൽപ്പാണ്, ഒരു എക്സിസ്റ്റൻസ് ആണ് സഭയ്ക്കുള്ളത് എന്ന് വീണ്ടും ഓർത്തെടുക്കാനുള്ള ഒരു സന്ധ്യയും പ്രഭാതവുമാണ് ഈ ശിലാസ്ഥാപനത്തിന്റെ പെരുന്നാൾ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.